ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്താലോ. ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു മധുരമുള്ള റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിത് റവയും കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കാനുള്ള. മൈദയും റവയും വെച്ചിട്ടൊക്കെ നമുക്ക് ഒന്നിച്ച് കൂട്ടി ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ റവ മാത്രം വെച്ചിട്ടാണ്, മറ്റ് സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. റവയും ശർക്കരയും കുറച്ച് തേങ്ങയെ കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ റവ ഞാൻ ആദ്യം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 കപ്പോളം റവ എടുത്ത്, ചെറിയ കപ്പിൽ 1.5 കപ്പോളം റവ എടുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതൊരു 200 ഗ്രാമോളം ശർക്കര ഉണ്ടാവും. അതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം. പിന്നെ ഇങ്ങനത്തെ 2 ചെറിയ പൂവമ്പഴം ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു പിടി അവലുണ്ടാവുള്ളൂ, അവലും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയിൽ റവ ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ അവലും പൊടിച്ചെടുത്തിട്ട് ആ മിക്സിയിൽ തന്നെ പഴം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായക്ക് 4 മണി ചായക്ക് വേറെ കടിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റവ മാത്രം വെച്ചിട്ടായാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ശർക്കര ഉരുക്കിയതിന് ശേഷം നമുക്ക് ആ ശർക്കര നല്ല ചൂടോടുകൂടി തന്നെ ഈ റവയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി ഒഴിക്കുമ്പം റവ നല്ലോണം കുതിർന്ന് അതിന് കുറച്ച് പകുതി വേവ് ഇതിൻ്റെ കഴിഞ്ഞ് കിട്ടും. നല്ലോണം കുതിർന്നിരിക്കും ഈ റവ, നല്ലോണം സോഫ്റ്റ് ആകുമ്പോൾ ചൂടോടുകൂടി ഒഴിക്കുമ്പോൾ. പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. അതിലേക്ക് ചിരകിയ തേങ്ങയാണ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണത്. തേങ്ങ നമുക്ക് കൊത്തായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇപ്പം ഞാൻ ചിരകിയ തേങ്ങയാണ് ഇപ്പോൾ എടുക്കണത്. അപ്പോൾ അതൊന്ന് വഴന്നതിന് ശേഷം ബ്രൗൺ നിറമൊന്നും ആക്കരുത്, ചെറുതായിട്ട് ഈ നെയ്യിലൊന്ന് തേങ്ങ സോക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കത് ഈ റവയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാനൊരു 2 നുള്ള് ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്ക് മേലക്കായ ജീരകമൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ. അപ്പോൾ അതൊന്നും ചേർക്കാനുള്ള, ജീരകം മാത്രം, പൊടിക്കാത്ത ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ വെള്ളം ആവശ്യത്തിന് നമ്മളുടെ ഇതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ ലൂസാവാനും പാടില്ല, കൂടുതൽ കട്ടിയാവാനും പാടില്ല. ആ പരുവത്തിലാണ് ഇതെടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേനും റവയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം 4 മണി ചായക്ക് 1 മണിക്കൂർ മുമ്പ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായ ഒരടപ്പത്ത് വെച്ച് അപ്പുറത്തടപ്പത്ത് ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് നമുക്കിപ്പോൾ തൽക്കാലത്തൊക്കെ ആവശ്യമുള്ളത് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു പാത്രത്തിലോ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ കൈ പൊള്ളാതെയും പിന്നെ തവിയിൽ നമ്മൾ കോരിയെടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വീഴുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലോ ഒരു പാത്രത്തിലോ ഒക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് ഒഴിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും പിന്നെ നമ്മൾ മറിച്ചിടുമ്പോൾ ഹൈ ഫ്ലെയിമിലും ഇട്ടിട്ട് തിരിച്ച് മറിച്ചിടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിക്ക് മുമ്പ് ഞാൻ 1 വർഷം മുമ്പൊക്കെ ഉണ്ണിയപ്പത്തിൻ്റെ മൈദയും കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് നേരത്തെ മിക്സ് ചെയ്ത് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് 4 മണി ചായക്കൊപ്പം കഴിക്കാനുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തിട്ട് ബാക്കി മാവ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് പിറ്റേ ദിവസം ആയാലും നമുക്കെടുത്ത് ആവശ്യത്തിന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഉണ്ണിയപ്പം ഇവിടെ റെഡിയാണ്. അപ്പോൾ മക്കൾ സ്കൂളിൽ വിട്ട് വരണേക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.